രാമജന്മഭൂമി സെമിനാർ ദില്ലി യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി എസ്എഫ്ഐ പ്രവർത്തകർ ദില്ലിയിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളാണ് മനു ശങ്കർ തരുന്നത്. മനു ശങ്കർ, എന്താണ് വിവരങ്ങൾ? അജിംഷാദ്, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിൽ സെമിനാർ സംഘടിപ്പിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് ഉയരുന്നത്. ഇതിൽ തന്നെ ഈ അയോധ്യ വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ ആയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഘടിപ്പിച്ചത്. ഇതിൽ തന്നെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ അധ്യക്ഷതയിലാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചത്. ഈ സെമിനാറിന്റെ ഉദ്ഘാടന വേളയിൽ തന്നെ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ആദ്യ പടി എന്നോണമാണ് ഈ സെമിനാറിനെ കാണേണ്ടത് എന്നാണ്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് ഇപ്പോൾ സ്ഥലത്ത് സന്നിഹിതരായിട്ടുള്ളത്. എസ്എഫ്ഐ അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തുന്നുണ്ട്. അധ്യാപകരും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. അധ്യാപന പാഠ്യപദ്ധതിയിലൊന്നും ഉൾപ്പെടുത്താത്തൊരു വിഷയം ദില്ലി യൂണിവേഴ്സിറ്റിക്കുള്ളിൽ സെമിനാറായി ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നയം തന്നെയാണ് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഇവരുടെ കടുത്ത പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. See, we are not trying to let the Subramanian Swami come here because he is only a propagator of communalism. Is going to destroy the harmony that we are facing in Delhi University. Delhi University, very pious educational institute. He's trying to, get the Hindutva idea here and destroy the student unity. And as usual, he want to win the election. ഇത്തരത്തിലുള്ള കടുത്ത പ്രതിഷേധത്തിന് വകവെക്കുന്നു. സുബ്രഹ്മണ്യൻ സ്വാമി ഇപ്പോഴും ഈ സെമിനാർ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുറത്ത് കനത്ത പ്രതിഷേധം ഉയരുന്നു. പോലീസ് ഈ വിദ്യാർത്ഥികളെ ഒന്നടങ്കം തടഞ്ഞു വച്ചിരിക്കുകയുമാണ്. 4ഓളം വിദ്യാർത്ഥികളെ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് നീക്കിയിട്ടുമുണ്ട്. അജിംഷ, അതായത് മനു ശങ്കരൻ, രാജ്യത്ത് അസഹിഷ്ണുതയുണ്ട് എന്നും വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്നും വിവിധ കോണുകൾ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സെമിനാർ അവിടെ നടക്കുന്നത്. ഇതൊക്കെയാണോ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിന്റെ മുഖമായി അവിടെ കാട്ടുന്നതും? തീർച്ചയായും അജിംഷാദ്, അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാവ്യവൽക്കരണം തുടർക്കഥയാകുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിൽ പോലും ഇത് വകവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. 140ഓളം ദിവസം വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്നാൽ ഈ പ്രതിഷേധം ഒന്നും വകവെക്കാതെ കേന്ദ്ര സർക്കാർ ഗജേന്ദ്ര ചൗഹാനെ വിദ്യാർത്ഥികളെ അഭിപ്രായം പോലും പരിഗണിക്കാതെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അയോധ്യ വിഷയം തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ സെമിനാർ വിഷയമായി ഉയർത്തിയിരിക്കുന്നത്. ഇത് തീർത്തും അംഗീകരിക്കാനാകാത്ത നടപടിയെന്ന് അധ്യാപകരും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും VHPയുടെ സംഘടനയുടെ ഭാഗമായ AVSP ആണ് ഇത് സംബന്ധിച്ചുള്ള ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ABVP പ്രവർത്തകരും പോലീസും ഒത്തുകളിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ SFI വിദ്യാർത്ഥികളടക്കം പറയുന്നത്. നിലവിൽ ഇവിടുത്തെ പകുതിയോളം വിദ്യാർത്ഥികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ള വിദ്യാർത്ഥികളടക്കമാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നത്. എന്തായാലും സ്ഥലത്ത് ഒരു 1000കണക്കിന് പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 100കണക്കിനുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെ പ്രതിഷേധം ശബ്ദം ഉയർത്തുകയും ചെയ്യുകയാണ്. അജിംഷാദ്.